നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി. മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്ത്. നിങ്ങളുടെ അവബോധ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന പ്രമുഖ ചിന്ത നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ആ ചിന്ത ബോധപൂർവമായതോ അല്ലാത്തതോ എന്നത് ബാധകമല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ ചിന്തകൾ എന്തായിരുന്നുവെന്ന് ഒരുപക്ഷെ ആ സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അറിയുന്നു. ഇപ്പോൾ രഹസ്യം മനസ്സിലാക്കിയതോടെ നിങ്ങൾ അഗാധമായ നിദ്രയിൽ നിന്ന് ഉണരുകയാണ്. ഈ ജ്ഞാനത്തെക്കുറിച്ചുള്ള ബോധത്തോടെ, ഈ നിയമത്തെക്കുറിച്ചുള്ള ബോധത്തോടെ, നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾക്ക് നൽകുന്ന ശക്തിയെക്കുറിച്ചുള്ള ബോധത്തോടെ ഉണരുകയാണ്. ഡോക്ടർ ജോൺ ഡിമാർട്ടിനി. ഈ രഹസ്യം, നമ്മുടെ മനസ്സിൻ്റെ ശക്തി, ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ തീരുമാനങ്ങളുടെ ശക്തി ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവയെല്ലാം സദാ നമുക്ക് ചുറ്റും തന്നെ ഉണ്ട് എന്ന് കാണാം. കണ്ണ് തുറന്ന് നോക്കിയാൽ മാത്രം മതി. ലിസ നിക്കോൾസ്. ആകർഷണ നിയമം എവിടെ നോക്കിയാലും കാണാം. എല്ലാറ്റിനെയും നിങ്ങൾ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നു. ആളുകൾ, ജോലി, സാഹചര്യങ്ങൾ, ആരോഗ്യം, സമ്പത്ത്, കടം, സന്തോഷം, നിങ്ങളുടെ കാർ, നിങ്ങൾ ജീവിക്കുന്ന സമൂഹം, ഇതെല്ലാം ഒരു കാന്തം പോലെ നിങ്ങൾ ആകർഷിച്ചു വരുത്തിയതാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങൾ സംഭവിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതം എന്നത് നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഉദിക്കുന്ന ചിന്തകളുടെ ആവിഷ്കാരമാണ്. പ്രപഞ്ചത്തിൻ്റെ രീതി ഉൾക്കൊള്ളുക എന്നതാണ്, പുറംതള്ളുകയല്ല. പ്രപഞ്ചത്തിൻ്റെ രീതി ഉൾക്കൊള്ളുക എന്നതാണ്, പുറന്തള്ളുകയല്ല. ആകർഷണ നിയമം ഒന്നിനെയും ഒഴിവാക്കുന്നില്ല. നിങ്ങളുടെ ജീവിതം എന്നത് നിങ്ങളുടെ പ്രബല ചിന്തകളെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ആകർഷണ നിയമത്തിന് വിധേയമാണ്. മനുഷ്യന് വിവേചന ബുദ്ധിയുണ്ട് എന്നതാണ് വ്യത്യാസം. മനുഷ്യന് സ്വതന്ത്ര ഇച്ഛാശക്തി ഉപയോഗിച്ച് ചിന്തകളെ തിരഞ്ഞെടുക്കാൻ കഴിയും. മനുഷ്യന് സ്വന്തം മനസ്സുകൊണ്ട് ബോധപൂർവം ചിന്തകൾ തിരഞ്ഞെടുക്കാനും ജീവിതത്തെ രൂപപ്പെടുത്താനും കഴിവുണ്ട്. ഡോക്ടർ ഫ്രെഡ് അലൻ വുൾഫ്. ക്വാണ്ടം ഫിസിക്സ് ശാസ്ത്രജ്ഞൻ, പ്രഭാഷകൻ, പുരസ്കാര ജേതാവായ എഴുത്തുകാരൻ. സങ്കല്പത്തിലൂടെ ആഗ്രഹപൂർത്തി നേടലിൻ്റെയോ കാൽപ്പനിക വിഭ്രമത്തിൻ്റെയോ കാഴ്ചപ്പാടിൽ നിന്നല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അടിസ്ഥാനപരമായ അഗാധമായ ഒരു ധാരണയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. വാസ്തവത്തിൽ ക്വാണ്ടം ഫിസിക്സ് ഈ കണ്ടുപിടുത്തത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഉള്ളിൽ മനസ്സ് ഇല്ലാതെ പ്രപഞ്ചമുണ്ടാകുക സാധ്യമല്ല. ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നതിനെയെല്ലാം രൂപപ്പെടുത്തുന്നത് മനസ്സാണ് എന്നാണ് ആ ശാസ്ത്രം പറയുന്നത്. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയേറിയ പ്രക്ഷേപണ ടവർ എന്ന താരതമ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഡോക്ടർ വുൾഫ് പറയുന്നതിൻ്റെ പരസ്പര ബന്ധം നിങ്ങൾക്ക് ബോധ്യമാവും. നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ ഉണ്ടാവുന്നു. അവയുടെ ചിത്രങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളായി നിങ്ങളിലേക്ക് തിരികെ സംരക്ഷണം ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിങ്ങൾ സ്വന്തം ജീവിതം നിർമ്മിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഈ ലോകത്തെ നിർമ്മിക്കുന്നതിൽ നിങ്ങളുടെ ചിന്തകൾ ശക്തമായ സ്വാധീനം ചെലുത്തുന്നു. ഞാൻ നിസ്സാരനാണ്, ഈ ലോകത്ത് എനിക്ക് ഒരു ശക്തിയുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത മാറ്റുക. വാസ്തവത്തിൽ നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം രൂപപ്പെടുത്തുന്നത്. സൃഷ്ടിക്കുവാനുള്ള മനുഷ്യ മനസ്സിൻ്റെ അളക്കാനാവാത്ത കഴിവിനെക്കുറിച്ച് വളരെ വിശാലമായ അറിവ് നേടുവാൻ ക്വാണ്ടം ഫിസിക്സ് ശാസ്ത്രജ്ഞന്മാർ കഴിഞ്ഞ 80 വർഷക്കാലം നടത്തിയ വിസ്മയാവഹമായ പഠന ഗവേഷണങ്ങൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അവരുടെ കണ്ടെത്തലുകൾ ലോകം കണ്ടിട്ടുള്ള അതിശ്രേഷ്ഠമായ അവതാര പുരുഷന്മാരായ കാർനെഗി, എമേഴ്സൺ, ഷേക്സ്പിയർ, ബേക്കൺ, ശ്രീകൃഷ്ണൻ, ശ്രീബുദ്ധൻ തുടങ്ങിയവരുടെ വാക്കുകളുമായി തികച്ചും യോജിക്കുന്നതാണ്. ബോബ് പ്രോക്ടർ. നിങ്ങൾക്ക് നിയമം അറിയില്ല എന്നതുകൊണ്ട് അതിനെ തള്ളിക്കളയണമെന്നില്ല. നിങ്ങൾക്ക് വൈദ്യുതിയെക്കുറിച്ച് അറിവില്ലായിരിക്കാം, എങ്കിലും നിങ്ങൾ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നു. എനിക്ക് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നറിയില്ല, പക്ഷേ എനിക്കറിയാം വിദ്യുച്ഛക്തി ഉപയോഗിച്ച് മനുഷ്യന് ഭക്ഷണം വേവിക്കാൻ കഴിയും, മനുഷ്യനെ തന്നെ വേവിക്കാൻ കഴിയും. മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്ത്. പലപ്പോഴും ആളുകൾ ഈ മഹാരഹസ്യം മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിലുണ്ടായേക്കാവുന്ന നിഷേധാത്മക ചിന്തകളെ ഓർത്ത് ഭയം തോന്നാറുണ്ട്. ക്രിയാത്മകമായ ഒരു ചിന്ത നിഷേധാത്മകമായ ചിന്തയേക്കാൾ 100 മടങ്ങ് ശക്തിയേറിയതാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കണം. അതോടെ ഭയം അപ്രത്യക്ഷമാവും. നിങ്ങളുടെ ജീവിതത്തിൽ വിപരീത ഫലം ചെയ്യുന്ന എന്തെങ്കിലും വന്നു ചേരണമെങ്കിൽ ഒരുപാട് നിരന്തരമായ നിഷേധ ചിന്തകൾ മനസ്സിലുണ്ടാവണം. നിങ്ങൾ തുടർച്ചയായി നിഷേധാത്മക ചിന്തകൾ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. നിങ്ങൾ നിഷേധ ചിന്തകളെക്കുറിച്ച് ആശങ്കപ്പെട്ടാൽ കൂടുതൽ നിഷേധ ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരികയും അവ പല മടങ്ങ് പെരുകുകയും ആവും ഫലം. നിങ്ങൾ ഇനി നല്ല ചിന്തകൾ മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്ന് ഇപ്പോൾ തന്നെ തീരുമാനിക്കുക. അതേസമയം നിങ്ങളുടെ നല്ല ചിന്തകളെല്ലാം അതിശക്തമാണെന്നും നിഷേധ ചിന്തകൾ ദുർബലമാണെന്നും പ്രപഞ്ചത്തോട് പ്രഖ്യാപിക്കുക. ലിസ നിക്കോൾസ്.
നിങ്ങളുടെ ചിന്തകളെല്ലാം തൽക്ഷണം യാഥാർത്ഥ്യമാവില്ല. അല്പം സമയമെടുക്കും. അതിന് ദൈവത്തോട് നന്ദി പറയുക. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ നമ്മൾ കഷ്ടത്തിലായേനെ. ഈ കാലതാമസം നമുക്ക് ഗുണമാണ്. അത് നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കാൻ, ഒന്നുകൂടി വിലയിരുത്താൻ, വേണ്ടിവന്നാൽ മറ്റൊന്ന് തിരഞ്ഞെടുക്കാൻ അവസരം നൽകുന്നു. ജീവിതം സൃഷ്ടിക്കുവാനുള്ള നിങ്ങളുടെ എല്ലാ ശക്തിയും ഇപ്പോൾ ഈ നിമിഷത്തിൽ ലഭ്യമാണ്. കാരണം ഇപ്പോൾ ഈ നിമിഷത്തിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്കുണ്ടായ ഏതെങ്കിലും ചിന്തകൾ യാഥാർത്ഥ്യമായാൽ നിങ്ങൾക്ക് ഗുണമാവില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ചിന്തകളെ മാറ്റുക. നിങ്ങളുടെ പഴയ ചിന്തകളെ മായ്ച്ചു കളഞ്ഞ് കുറേ നല്ല ചിന്തകൾ പകരം വയ്ക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പുതിയവ ചിന്തിക്കാനും പുതിയ തരംഗങ്ങൾ പ്രക്ഷേപണം ചെയ്യുവാനും സമയം നിങ്ങളെ സഹായിക്കുന്നു. ഡോക്ടർ ജോ വിറ്റാലെ. സ്വന്തം ചിന്തകളെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കണമെന്നും അവയെക്കുറിച്ച് അവബോധമുണ്ടാവണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ പ്രക്രിയ ആസ്വാദ്യമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൈക്കലേഞ്ചലോ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ കൊത്തിയുണ്ടാക്കുന്ന ഡേവിഡ് എന്ന ശില്പം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ മേൽ ആധിപത്യം ഉറപ്പിക്കുവാനുള്ള ഒരു വഴി മനസ്സിനെ ശാന്തമാക്കാൻ പഠിക്കുക എന്നതാണ്. ഒന്നൊഴിയാതെ ഈ പുസ്തകത്തിലെ എല്ലാ അധ്യാപകരും ധ്യാനം ദിനചര്യയാക്കിയവരാണ്. രഹസ്യം കണ്ടെത്തുന്നതുവരെ ധ്യാനത്തിൻ്റെ ശക്തി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ധ്യാനം മനസ്സിനെ ശാന്തമാക്കുന്നു, ചിന്തകളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു, ശരീരത്തെ പുനരുത്തേജിപ്പിക്കുന്നു. ഇതിലൊരു സന്തോഷകരമായ കാര്യം നിങ്ങൾ ധ്യാനത്തിനു വേണ്ടി മണിക്കൂറുകൾ മാറ്റിവെക്കേണ്ട കാര്യമില്ല എന്നതാണ്. ഒരു തുടക്കമെന്ന നിലയ്ക്ക് ദിവസത്തിൽ 3 മുതൽ 10 മിനിറ്റ് വരെ മതി. നിങ്ങളുടെ ചിന്തകൾക്കുമേൽ നിയന്ത്രണം ലഭിക്കുന്നതിനുള്ള അസാമാന്യ ശക്തി ലഭിക്കാൻ ഇത് മതിയാകും. നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് ഉണർവുണ്ടാകുവാൻ വേണ്ടി എൻ്റെ ചിന്തകളുടെ അധിപൻ ഞാനാണ് എന്ന ഒരു ലക്ഷ്യം നിശ്ചയിക്കാം. ഇത് ആവർത്തിച്ച് പറയുക. അതിനെ മനസ്സിൽ വെച്ച് ധ്യാനിക്കുക. ആ നിശ്ചയത്തെ മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ ആകർഷണ നിയമം അനുസരിച്ച് നിങ്ങൾ അതായി തീരും. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അറിവ് കൊണ്ട് നിങ്ങളുടെ വിശിഷ്ടമായ ഒരു പതിപ്പ് നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനുള്ള സാധ്യത നിങ്ങളുടെ ഏറ്റവും വിശിഷ്ടമായ പതിപ്പ് എന്ന തരംഗദൈർഘ്യത്തിൽ നിലവിലുണ്ട്. എന്തായിത്തീരണം, എന്ത് ചെയ്യണം, എന്ത് നേടണം എന്ന് തീരുമാനിക്കുക. ആ ചിന്തകൾ മനസ്സിൽ രൂപീകരിക്കുക. ആ തരംഗം പ്രസരിപ്പിക്കുക. നിങ്ങളുടെ സ്വപ്ന ദർശനം നിങ്ങളുടെ ജീവിതമായി വരും. രഹസ്യം. രത്നച്ചുരുക്കം. ജീവിതത്തിൻ്റെ മഹത്തായ രഹസ്യമാണ് ആകർഷണ നിയമം. ജീവിതത്തിൻ്റെ മഹത്തായ രഹസ്യമാണ് ആകർഷണ നിയമം. സമാനമായവ തമ്മിൽ ആകർഷിക്കുമെന്ന് ആകർഷണ നിയമം പറയുന്നു. അതിനാൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ സമാനമായ ചിന്തകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. സമാനമായവ തമ്മിൽ ആകർഷിക്കുമെന്ന് ആകർഷണ നിയമം പറയുന്നു. അതിനാൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ സമാനമായ ചിന്തകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. ചിന്തകൾക്ക് കാന്തിക ശക്തിയുണ്ട്. ചിന്തകൾക്ക് നിശ്ചിത തരംഗദൈർഘ്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. അവ അതേ തരംഗദൈർഘ്യത്തിലുള്ള സമാനമായവയെ എല്ലാം കാന്തം പോലെ ആകർഷിക്കുന്നു. പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതിനെല്ലാം ഉത്ഭവസ്ഥാനത്തേക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ചിന്തകൾക്ക് കാന്തിക ശക്തിയുണ്ട്. ചിന്തകൾക്ക് നിശ്ചിത തരംഗദൈർഘ്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. അവ അതേ തരംഗദൈർഘ്യത്തിലുള്ള സമാനമായവയെ എല്ലാം കാന്തം പോലെ ആകർഷിക്കുന്നു. പ്രക്ഷേപണം ചെയ്യുന്നതെല്ലാം ഉത്ഭവസ്ഥാനത്തേക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾ ചിന്തകളുടെ തരംഗങ്ങൾ പ്രസരിപ്പിക്കുന്ന ഒരു മനുഷ്യ പ്രക്ഷേപണ ടവർ പോലെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ചിന്തകളിൽ മാറ്റം വരുത്തുക. അതുവഴി തരംഗദൈർഘ്യം മാറ്റുക. നിങ്ങൾ ചിന്തകളുടെ തരംഗങ്ങൾ പ്രസരിപ്പിക്കുന്ന ഒരു മനുഷ്യ പ്രക്ഷേപണ ടവർ പോലെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ചിന്തകളിൽ മാറ്റം വരുത്തുക. അതുവഴി തരംഗദൈർഘ്യം മാറ്റുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ ഭാവി ജീവിതം നിർമ്മിക്കുന്നത്. നിങ്ങൾ എന്തിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നുവോ, എന്തിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതമായി പ്രത്യക്ഷമാവും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ ഭാവി ജീവിതം നിർമ്മിക്കുന്നത്. നിങ്ങൾ എന്തിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നുവോ, എന്തിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതമായി പ്രത്യക്ഷമാകും. നിങ്ങളുടെ ചിന്തകൾ വസ്തുക്കളായി മാറും.